പറയുന്ന ഒരാളല്ല, പക്ഷെ എനിക്ക് ഈ കാര്യം ഒന്ന് പറയണമെന്ന് തോന്നി. ഇവിടെ എൻ്റെ അമ്മായിയമ്മ സുഖമില്ലാതെ കിടന്നപ്പോഴത്തേനും, ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, സുഖമില്ലാതെ കിടന്നപ്പോഴത്തേനും ഇവിടെ ഹോം നേഴ്സിനെ നോക്കാൻ നിർത്തി. പുള്ളിക്കാരിക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പൊ ഞാനും എൻ്റെ മോളമ്മ കുഞ്ഞാ. അപ്പം നമ്മളിപ്പോ വീട്ടിലെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പുറത്ത് പോകുമ്പോഴത്തേനും ഒരു രോഗിയെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. നോക്കിയിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. ഇവര് എഴുന്നേറ്റ് നടക്കുമ്പോഴൊക്കെ ബോധം കെട്ടി വീഴുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്ന് കരുതി നമുക്കൊരു കാര്യത്തിനും പുറത്ത് പോകാതിരിക്കാനും പറ്റത്തില്ല. കാര്യം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അപ്പൊ അതിന് പുറത്ത് പോയേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങള് അപ്പം അങ്ങനെയാണ് കേട്ടോ ഹോം നേഴ്സിനെ നിർത്തുന്നത്. കുറഞ്ഞത് ഒരു 6-7 ഹോം നേഴ്സുമാർ വന്ന് പോയിട്ടുണ്ട്. അതിൽ 7ാമത് വന്ന ചേച്ചി മാത്രമാണ് മരണം വരെ ഉണ്ടായിരുന്നത്. കാര്യം അത്രയും നല്ലൊരു ചേച്ചീനെ വേറെ കിട്ടാനില്ല. വിജയകുമാരി എന്നാണ് പേര്. അപ്പൊ ഇതിൽ ഏറ്റവും ആദ്യം ഒരു ഹോം നേഴ്സിനെ ഞങ്ങളിവിടെ കൊണ്ടുവന്നു. ഈ ബാക്കിയുള്ളവർക്ക് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആരും രോഗിനെ നോക്കാൻ ഇവര് ഹോം നേഴ്സാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരും. പക്ഷെ ഇവിടെ വന്നിരുന്നിട്ട് രോഗിക്ക് പൊട്ടി ഒലിക്കുന്നു, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞ് അവര് പോവാറാണ് പതിവ്. പിന്നെ ചിലര് വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് ചിലര് പോയവരുണ്ട്. കൂടുതലും പേര് ഇങ്ങനെയാണ്. പിന്നെ ചിലത് വന്നാൽ ഭയങ്കര അങ്ങ് വൃത്തിനോട്ടമാണ്. അപ്പം ഈ ക്യാൻസർ രോഗി വന്നിട്ട് കുടിക്കുന്ന വെള്ളത്തില് പിടിച്ചാലൊക്കെ പ്രശ്നം, ജഗ്ഗിൽ പിടിച്ചാൽ പ്രശ്നം. അപ്പൊ അവര് പറയുന്നത് എല്ലാരും കുടിക്കുന്ന വെള്ളമല്ലേ, അപ്പൊ അവരിൽ എന്തുകൊണ്ടാണ് അതിൽ വന്ന് കൈവയ്ക്കുന്നത്, അതൊക്കെ അവരുടെ ഇതാണ് നമുക്ക് പറയാം. അപ്പൊ ഞാൻ നിർബന്ധിക്കാൻ പോകത്തില്ല. പിന്നെ ഞാനിവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് എല്ലാവർക്കും ഒരേപോലെ കാര്യം അവർക്ക് അവരുടെ ഫുഡ് എടുത്ത് കഴിക്കും. ഞാൻ വിളമ്പി കൊടുക്കത്തില്ല, ഞാൻ ഉണ്ടാക്കി വെക്കും. അവർക്ക് ആവശ്യത്തിന് എടുത്ത് കഴിക്കാം. വീട്ടിൽ ഫുൾ സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്റെ ദൈവമേ, ഒരു ദിവസം ഈ ആദ്യം വന്ന ഹോം നേഴ്സ് ഉണ്ടല്ലോ, ഇവർ ആദ്യം വന്നപ്പോൾ ഭയങ്കര പാവമായിട്ടൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരുടെ സ്വഭാവം അങ്ങോട്ട് മാറി. പിന്നെ ഈ വീട് അവരുടേതും നമ്മളൊക്കെ വേറെ ആരുമോ. എൻ്റെ അടുത്ത് വന്ന് കിടന്ന് വഴക്കുണ്ടാക്കുക രാവിലെ. ഇവർ ഓരോരോ കാരണങ്ങൾ റീസൺ ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കൂല. അങ്ങനെ ഇവരാണെങ്കിൽ ചില റീസൺസ് ഒക്കെ ഉണ്ടാക്കും ഇവിടെ കിടന്നുകൊണ്ട്. അതേപോലെ തന്നെ എന്നോട് പറയും ഇങ്ങനെ ഇവരുടെ ഏതോ ഒരു ഒരു ഇത് മറ്റേ മുസ്ലിംസിന്റെ പൂജ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ഒരാൾ നോക്കിയിട്ട് പറഞ്ഞെന്ന് ഈ കുടുംബത്തിൽ ഏതാണ്ട് പ്രശ്നമുണ്ട്, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത്. ഞാൻ അതെല്ലാം മൂളി കേട്ട് എല്ലാ സപ്പോർട്ടും ഇവർക്ക് ചെയ്ത്. എന്നാലും ഞാൻ പറഞ്ഞു പിന്നെ പോട്ടെ. പിന്നെ അവരുടെ കുടുംബ സാഹചര്യം എന്നോട് പറഞ്ഞു, ഇതുപോലെ 3 മക്കളാണ്, ഹസ്ബൻഡ് അവരെ ഇട്ടിട്ട് പോയതാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് അതിന്റെ ഒരു ഏത് മനുഷ്യനാണെങ്കിലും അതിന്റെയൊക്കെ ഒരു ഡിപ്രഷൻ കാണും. അപ്പം അതിന്റെ ഒക്കെ ഒരു രീതിയിൽ ഞാൻ അതങ്ങ് കാര്യമാക്കില്ല, അവർ പറഞ്ഞോട്ടെ. പിന്നെ ഒന്നുമല്ല, ഒരു വ്യക്തിയെ നോക്കാൻ വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയല്ലേ എന്നോർത്തോണ്ട് ഞാനത് വിട്ട് കളഞ്ഞതാണ്. ഇവര് ചില ദിവസം രാവിലെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, രാവിലെ എഴുന്നേറ്റ് വന്ന് നിങ്ങളോട് കുണുകുണുകുണുകുണുകുണാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഒരു മനുഷ്യനും ഇഷ്ടപ്പെടത്തില്ല. കാര്യം നമ്മൾ ഉണർന്ന് വരുമ്പോൾ നമ്മളൊരു അടുത്ത ജോലികൾ എന്താന്ന് നമ്മുടെ ആ ഒരു ദിവസത്തെ മൂടങ്ങ് പോകും. അപ്പൊ ഞാനിത് ഒന്ന് കുറേയൊക്കെ സഹിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ലാസ്റ്റ് നിവർത്തിയായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ആളെ ഞങ്ങൾ നോക്കിയിട്ട് കിട്ടുന്നത് വരെയും ഇവരെ ഞാൻ ഇവരുടെ ഏജൻസിക്കാരെ വിളിച്ചു ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു, അയ്യോ അവരെ പറ്റി അവർക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു, ഒരു കുഴപ്പമില്ല. അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അവർക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ, ഏതോ ഒരു വീട്ടില്. അപ്പൊ ഞാൻ ചോദിച്ചു ഇവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണോ? അന്നേരം പറഞ്ഞു ഏതാണ്ട് 3 മാസം ഏതാണ്ട് ഒരു വീട്ടില് ഒരമ്മച്ചി നോക്കാൻ പോയി നിന്നെന്ന് പറഞ്ഞു. അപ്പൊ എക്സ്പീരിയൻസിന്റെ കാര്യം ചോദിച്ചപ്പോ എക്സ്പീരിയൻസ് പോരാ. അപ്പൊ ഞാൻ ഇതുപോലെ പറഞ്ഞു, ഞാൻ അവരോട് ചോദിച്ചു ഇങ്ങനെ മെന്റലി പ്രശ്നമുള്ളവരാണോ? മെന്റലി പ്രശ്നമാണെന്ന്. അതെ, മെന്റലി പ്രശ്നമാണോ എന്ന് പറയാനായിട്ടൊരു കാര്യമുണ്ട്. ഒരു ദിവസം വൈകുന്നേരം ഒരു 6:30 ആയപ്പോഴത്തേനും വീടിന്റെ പുറകിൽ ഇരുന്ന് ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അതായത് അടുക്കളയുടെ സ്റ്റെപ്പിന്റെ ഇടന്ന് മുറ്റത്തിന്റെ സൈഡില്. അപ്പൊ ഈ ചേച്ചിയും വന്ന് അവിടെ ഇരുന്ന് ഇവരുടെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയും, ഞാനിത് കേൾക്കും. ഇങ്ങനെ ഇവര് കഥ പറഞ്ഞു ഇവര് പറയും ഇതേതാണ്ട് കണ്ടത്തിൽ കൂടെ പോയപ്പോ ഏതാണ്ട് പ്രേതത്തിനെ കണ്ടെന്നൊക്കെ. എന്നിട്ട് ഇവരുടെ കുറെ ഓടി വന്നെന്നോ എന്ന് പറഞ്ഞു. അതെ ഞാൻ ചേച്ചി ഞാൻ ഈ കഥയൊക്കെ ഇഷ്ടമുള്ള ഞാൻ ചേച്ചി നേരിട്ട് കണ്ട എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. ഇവരവിടെ നിന്ന് അതുപോലെ ആക്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്നിട്ട് ചേച്ചിനെ വിളിച്ചിട്ട് ഇവർ മിണ്ടുന്നില്ല. ഇവര് ആ ഒരു ഇതിൽ നിൽക്കുക. എന്നിട്ട് ആ സമയത്ത് ഇവരുടെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞാൽ പേടിച്ചു പോകും. ഞാൻ എന്റെ ദൈവമേ കയ്യിലിരിക്കുന്ന ചായ ഗ്ലാസ് കളഞ്ഞിട്ട് ഞാൻ ചാടി പേക്കാത്ത കയറി. അവരൊരു 15 മിനിറ്റ് കഴിഞ്ഞാൽ അകത്ത് വന്നത്. എന്തോ എനിക്കറിയില്ല. ഈ ഹോം നേഴ്സുമാരെ നിർത്താൻ പോകുമ്പോ ഇതുപോലെ 100 പ്രശ്നങ്ങൾ വരും. പിന്നെ ചിലരെയൊക്കെ നമുക്ക് നമ്മുടെ ഭാഗ്യത്തിനാണ് നല്ല ആൾക്കാരെ കിട്ടുന്നത്.